സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമായിരിക്കും. I'm 100% sure. And before we start our show, നമ്മുടെ സപ്പോർട്ടീവ് പാനൽ ഓഫ് ജഡ്ജസിനെ സ്വാഗതം ചെയ്യണ്ടേ? Please welcome Laila Majnu, Romeo Juliet and Shanti Master. ഈ വേദിയിൽ ചൂട് വെക്കാൻ വരുന്നു. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ പുതിയ ഒരു ജോഡിയാണ്. Please welcome Sujin Lal and Riya for the 1980s Golden Hits round. Sujin Lal, all ready ആണോ? അതെ, റെഡിയാണ്. റെഡിയാണ്. ഈ സ്റ്റേജ് തകർക്കും അല്ലേ? കോൺഫിഡൻസ് അല്ലേ? അതെ, ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റൗണ്ടിലേക്ക് ഇനി മുമ്പോട്ട് വരുന്ന റൗണ്ട്സിലേക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. കസ്തൂരി മഞ്ഞളുമായി വന്നു നീരാടും ഈ ലോക സുന്ദരിനി, കസ്തൂരി മഞ്ഞളുമായി വന്നു നീരാടും നേരത്തു വന്നവനേ, കാറ്റത്ത് ചേലത്തും പൊന്നാടിയോ, കാറ്റിന്റെ കള്ളക്കണ്ണൊന്നോടിയോ, നാണിച്ചു നീ പാടി ഗമപ ഗമപ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. Riya,
സുജിൻ, എങ്ങനെയുണ്ടായിരുന്നു? വിചാരിച്ചത്ര ഒട്ടും ചെയ്യാൻ കഴിഞ്ഞില്ല. You guys were excited അല്ലേ? അതെ, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് ചോദിക്കാം ശാന്തി മാസ്റ്റർ. ഹലോ, നിങ്ങൾ വിചാരിച്ച അത്രയ്ക്ക് വർക്കൗട്ട് ആയില്ല എന്ന് മനസ്സിലായി. മോൻ പാടേണ്ട ലിറിക്സ് മോൾ പാടി, റിയ മിക്കവാറുമുള്ള മെയിൽ ലിറിക്സ് ഒക്കെ പാടി. ഒരു കോമ്പറ്റീഷനിൽ അതൊക്കെ പാടുണ്ടോ? നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി അത് തട്ടി മോൻ അവിടെ ഒരു ക്ലംസിനെസ് ആയിപ്പോയി. പിന്നെ ലാസ്റ്റ് എന്തായിരുന്നു മുനു സുജിത്? അതെന്താ സംഭവിച്ചത്? അത് ആക്ച്വലി പറയക്കണ്ട, എന്താ സംഭവിച്ചത് ലാസ്റ്റ്? ആ കൊട എന്താ? കൊടയ്ക്കുള്ളിൽ സ്നേഹിക്കുമായിരുന്നു. അതെ, 2 കൊടയും എടുക്കേണ്ടതായിരുന്നോ? കയ്യില് കറക്റ്റായി വന്നില്ല, അത് കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പൊ തന്നെ മോൻ ചാടി ആ ഒരു കൊടയിനകത്ത് പോയി അല്ലേ? അതെ, നന്നായിരുന്നു. അതൊരു കോമഡി ആക്ട് ആയി പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മോന്റെ എക്സ്പ്രഷനാണ് കുറച്ച് പ്രശ്നം വന്നത്. അയ്യോ തെറ്റിപ്പോയിന്നുള്ള ആ എക്സ്പ്രഷൻ ഇപ്പോഴുണ്ടല്ലോ. ധൈര്യമായിട്ട് ചെയ്യൂ. കോൺഫിഡൻസ് ആണ് കൂടുതൽ വേണ്ടത് നമുക്ക്. ഒരു പെർഫോമൻസ് നന്നാവണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് നല്ല ക്വാളിറ്റി ഈസ് കോൺഫിഡൻസ്, പിന്നെ ഓർമ്മശക്തി, പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, സെലക്ട് ചെയ്യുന്ന പാട്ടിൻ്റെ ഏത് ഫോം നിങ്ങൾ ചെയ്യുന്നോ അതിനായിട്ടുള്ള സ്റ്റൈല്. ഓക്കെ, ഇപ്പോൾ ഒരു പഴയ പാട്ടനുസരിച്ച് എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ ലൂസ് പാൻറ്റ്. ആരുടേതാണ് ഇത്? ഈ പാൻറ്റ് അച്ഛൻ്റെതാണോ? ഇല്ല, റെന്റഡ് ആണ്. കോസ്റ്റ്യൂം റെന്റ് എടുത്തു. ഞാൻ വിചാരിച്ചു നീ ഇത്രയും അക്യൂറേറ്റ് ആയിട്ട് ഒരു പഴമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ലൂസ് പാൻറ്റ് ഇട്ടതായിട്ട് ഞാൻ വിചാരിച്ചു. ഇറ്റ് വിൽ ഓൾ വർക്ക് ഔട്ട്. ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് പഠിക്കാൻ പോന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും. ചുമ്മാ ഒരു കോമ്പറ്റീഷൻ, ഓരോരോ പെർഫോമൻസ് കഴിഞ്ഞു മാർക്ക് ഇവർ പറയും, ടോട്ടൽ പറയും, എലിമിനേഷൻ, അതല്ല. ഓക്കെ, യൂസ് ദിസ് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്യൂ. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വിഷിംഗ് യു ഓൾ ഗുഡ് ലക്ക് ഫോർ യുവർ നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ശാന്തി മാസ്റ്റർ. റോമിയോ ജൂലിയറ്റ്. സുജിൻ ലാൽ, റിയ, വെൽക്കം. താങ്ക് യു സർ. ഭയങ്കര ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ കുറഞ്ഞോ? നിങ്ങൾ മാക്സിമം നന്നാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് വിട്ടയക്കുക. കാര്യം നമുക്ക് ഓപ്പർച്യൂണിറ്റി, ഒരു ഭാഗ്യത്തിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യൂ. ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളത് ആ ഡാൻസ് നിങ്ങൾ കാണുമ്പോൾ അടുത്ത റൗണ്ടിൽ പെട്ടെന്ന് അതൊരു ഈ ഒരു റിയാലിറ്റി ഷോ തീരുന്ന പീരീഡ് വരെ നിങ്ങളുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് 100% അത് ഉറപ്പായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്തിരിക്കും. അതിനുവേണ്ടി വർക്ക് ചെയ്യൂ. പിന്നെ ഇതിനെപ്പറ്റി ഈ ഒരു ഡാൻസ് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു. ലല മജ്നു. ഈ ഒരു സോങ്ങിനനുസരിച്ച് മാക്സിമം നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്ക്ഡ്രോപ്സ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും സ്റ്റെപ്സ് ആയാലും എല്ലാം. പിന്നെ റിയ ആവേശം കയറി മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മെയിൽ ലിറിക്സും ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ഇനി വേണ്ട, ഇനി നമുക്ക് ഫീമെയിൽ ലിറിക്സ് മാത്രം മതി. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ കെയർഫുൾ ആവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ മാർക്സിലേക്ക് പോവാം അല്ലേ? ശാന്തി മാസ്റ്റർ. I'll give you 7 on 10. Thank you, Master. 7 on 10. Romeo Juliet. 7.5 on 10. 7.5 out of 10. Laila Majnu. 7 on 10. 21.5 out of 30. കുഴപ്പമില്ലാത്ത മാർക്സ് അല്ലേ? താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു ടെൻഷൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കോമഡി ഡാൻസ് ആയാലോ? കോമഡി റൗണ്ട് പെർഫോം ചെയ്യാൻ എത്തുന്നു ഹർഷദ് ആൻഡ് എവിത. ഹർഷദ്, എവിത. Oh my God. ഹർഷദിനെ കാണുമ്പോൾ എനിക്ക് തന്നെ നാണം വരുന്നു. ബിക്കോസ് the way he's maintained himself, അത് കാണുമ്പോൾ I'm like, yeah, like bad. We're bad at maintaining. ഓക്കെ, ഈ കോമഡി റൗണ്ട് ഈ ഒരു വേഷം കണ്ടിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പെർഫോമൻസ് കാണാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്.
என்னது தாலாட்டு. எது இத தாலாட்டு? எனக்கு இப்படித்தான் தெரியும். இஷ்டம் இருந்தா கேளு, இல்லைன்னா நீயே பாடு. என்ன? சரி சரி பாடி தொலை. ஆரீரோ, ஆராரோ, ஆரீரரோ. கண்ண திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. கண்ண திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. இது வானம் பார்க்கிற பூமி, வந்து சேர்ந்து வளர்க்கல சாமி. கண்ண திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. கண்ண திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. வாலிபா வாடுமே, வாடையா ஓடுமே. சாமியே கூடுனா சங்கடம் ஓடுமே. வாலிபா வாடுமே, வாடையா ஓடுமே. சாமியே கூடுனா சங்கடம் ஓடுமே. தயக்கமாகாது தாமரம் ஓடாது, தேகமா வாடுது வாங்களே. அருள் தரும் திருக்கடலே, அவிக்குது என் உடலே. மோகம் தீர மோட்சம் தரையும். வேணாண்டி ஆம்பள பாவம் வாங்காத என்னோட சாபம். ஏய், வேணாண்டி ஆம்பள பாவம் வாங்காத என்னோட சாபம். கலையாது என் தபம் அடியே, இறங்காது பாய் மரக்கொடியே. ஏய், வேணாண்டி ஆம்பள பாவம் வாங்காத என்னோட சாபம். ஏய், வேணாண்டி ஆம்பள பாவம் வாங்காத என்னோட சாபம். இது வானம் பார்க்கிற பூமி, வந்து சேர்ந்து வளர்க்கல சாமி. கண்ண திறக்கணும் சாமி, ஐயோ கைய பிடிக்கணும் சாமி. அம்மா. கண்ண திறக்கணும் சாமி, கைய பிடிக்கணும் சாமி. ஐயோ. എന്റെ ഈശ്വരന്മാരെ ഇതെന്ത് സാധനവും. ഹർഷാദ് എവിത എവിത സ്വാമി ആസാമി ആയില്ലേ? അയ്യോ എന്തായിരുന്നു ലാസ്റ്റ് ഡയലോഗ്? ഈശ്വരന്മാരെ ഇതെന്തൊട്ട് സാധനം. ഓക്കെ ഇങ്ങനെയായിരുന്നു വന്നത്. ഡ്രസ് അത് ചേഞ്ച് ചെയ്യും, പിന്നെ അധികം കുത്തിപ്പോയി വായിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ക്ലൈമാക്സിൽ കുറച്ച് അബദ്ധം പറ്റി. ഹർഷദ് എന്താ സംഭവിക്കേണ്ടത്? ഞാനാകെ ഒരു പിന്നാണ് കുത്തിയത്. ശരി. ഇത് അവസാനം അയക്കും. ഓക്കെ, അയച്ചിട്ടൊരു ഹിജട ഈശ്വരന്മാര് രണ്ട് സാമി, അതായിരുന്നു ക്ലൈമാക്സ് ചെയ്തിരുന്നത്. ഓക്കെ. എനിക്ക് അയക്കാൻ പറ്റും. ഓ, അത്രയ്ക്ക് ടൈറ്റ് ആയിട്ട് ഒരു പിന്ന് കുത്തി അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്ക് കമന്റ്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ സ്റ്റാർട്ട് ഫ്രം. ഇത് ഏതാ റൗണ്ട്? കോമഡി. കോമഡി റൗണ്ട്. ഞാൻ കണ്ടതിൽ ഈ സെറ്റിലെ എല്ലാവരും ചിരിച്ചു. അപ്പൊ അങ്ങനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, നമുക്കറിയാം ഒരാണ് പെണ്ണ് കെട്ടിയാൽ എങ്ങനെയായിരിക്കും. നമ്മൾ ഒരുപാട് നേരത്തെ വേറെ പല റൗണ്ട്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പ്രത്യേകിച്ച് ഒരു കോമഡി റൗണ്ടിൽ അത് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡയലോഗ് സിങ്ക്രണൈസേഷൻ, പിന്നെ അതെന്താ അത് ഫസ്റ്റ് ഒരു ഇതെന്താ ആരീരോ
ആരീരോ ദൈവമേ. സിനിമയിൽ ആരാണ് മോനു ആർട്ടിസ്റ്റ്? ഉർവശി. ഊർവശി. പിന്നെ ഇത് ഭാഗ്യരാജ് സർ. അവരെല്ലാം തോറ്റു. ഞാൻ എത്രയോ പേര് കണ്ടിരിക്കുന്നു. ജയമാലിനെ കണ്ടിരിക്കുന്നു, അനുരാധ മാഡനെ കണ്ടിരിക്കുന്നു, സിൽക്ക് സ്മിത, ഡിസ്കോ ശാന്തി. അവർ ചെയ്തപ്പോൾ കിട്ടാത്ത ഒരു ഭയങ്കര ആ ഒരു ഇമ്പാക്റ്റ് ഹർഷ ചെയ്തപ്പോൾ കിട്ടി. ആ ഒരു വോയിസ് ആയിട്ട് ബോഡി ലാംഗ്വേജ്, ആ സെക്കൻഡ് ആരീരോ അതെങ്ങനെ അത് രണ്ടാമത്തെ അയ്യോടാ ദൈവമേ നന്നായിരുന്നു. ഇതിനായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന കോൺസെപ്റ്റ് എല്ലാം നന്നായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഹർഷദിൻ്റെ പെർഫോമൻസ്, ഇറ്റ് വാസ് ഓസം. ഹർഷദ് എനിക്കിതിൽ പറയേണ്ടത്, ഒരു പെൺവേഷം കെട്ടിയിട്ട് അത് ഒരു ഗ്ലാമറസ് ആയിട്ട്, ഇത് ആക്ച്വലി ഈ ഒരു വേഷം വേറെ ഒരു ഹിന്ദി നടി ഒരു ഹിന്ദി സിനിമയില, അത് ഏതാ നടിന്ന് അറിയാമോ? മാധുരി ദീക്ഷിത്, തേസാബ്, ഏക് ദോ തീൻ, ആ ഒരു വേഷമാണിത്. ഇത് ഉടുത്തപ്പോൾ മോന് എന്താ തോന്നിയത്? പേഴ്സണലി സി ഐ എം ആസ്കിംഗ് ഫോർ ഇൻഫർമേഷൻ. ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഒരു പെൺവേഷം കെട്ടുന്നത്. നീ ആദ്യമായിട്ട് ഇത്രയും ഒരു ഡെയറിങ് കോസ്റ്റ്യൂം. പിന്നെ ഇല്ല, ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു നാണമുണ്ടോ? ഉണ്ടായിരുന്നു, മാറിയതാ അത്. സ്റ്റേജിൽ കേറും വരെ ഉണ്ടായിരുന്നു. എന്താ നാണം? നാണം. അപ്പൊ സ്റ്റേജിൽ കയറിയ ശേഷം നാണമെല്ലാം പോയി. പക്ഷെ ഒരു ഫെമിനിറ്റി, ഒരു ഫീമെയിൽ സ്റ്റൈൽ വന്നു, അതറിഞ്ഞോ? നിൽക്കുന്ന നിപ്പിലും പിന്നെ സംസാരിക്കുന്ന രീതിയിലും എല്ലാം ഇപ്പം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ അവസാനം മെയിൽ ലിറിക്സും കൂടി പാടിയല്ലേ, അത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലെങ്കിൽ അറിയാതെ പാടിപ്പോയതാണോ? അറിയാതെ പാടിപ്പോയത്. അപ്പോൾ ഉള്ളിലുള്ള അത് വെളിയിൽ വന്നു. എവറിത്തിങ് വാസ് വെരി നൈസ്, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എവിതാവും കൂടി ആ ചാട്ടം, ആ കോമിക്കൽ ആക്ട് അതെല്ലാം നല്ല. പക്ഷെ ഇപ്പോഴും ഇപ്പം നിൽക്കുന്നത് കണ്ടോ, ഒരു ഫീമെയിൽ ആയിട്ട് ഈ ഒരു സാമിയറായിട്ട് വരുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറണം. ഇടയ്ക്ക് അറിയാതെ മാറിയതാണ്, പിന്നെ വീണ്ടും ഇപ്പോൾ നിൽക്കുമ്പോൾ മാറി. ഇറ്റ് വാസ് എ നൈസ് പ്രസൻറ്റേഷൻ. എൻ്റെ ഒരു പേഴ്സണൽ ഇത് കുറച്ച് നമുക്ക് ഫാമിലിയോട് ഇരുന്ന് കാണുന്ന ഒരു അങ്ങനെ ആ ഒരു രീതിയിൽ വേണം ഇനി വരുന്ന പെർഫോമൻസസ്. വി ഷുഡ് ഈവൻ പ്ലീസ് ദം അല്ലേ. പ്രേക്ഷകരിൽ പല രീതിയിലുള്ള പ്രേക്ഷകരാണ്, വീട്ടിലിരുന്ന് കാണേണ്ടതാണ്. അപ്പം അതനുസരിച്ചിട്ട് വേണം. അതർവൈസ് I like the performance so much. God bless you. Thank you, ma'am. Thank you, Master. Romeo Juliet. Arshad and Evita. Throughout, I enjoyed a lot. 3 minutes, 4 minutes, I was like, in the song முடிய கூடாது, இன்னும் போணும் அர்ஷாத், இன்னும் பெர்ஃபார்ம் பண்ணணும், பார்க்கணும் அப்படின்னு இருந்தது. வெரி குட் பெர்ஃபார்மன்ஸ் அர்ஷாத். இட் வாஸ் வெரி நைஸ். சில இடங்கள்ல அந்த ஒரு மிஸ்டேக்ஸ் இருந்தது, பட் அதெல்லாம் தாண்டி யூ ஆர் அப் டு மார்க். Very nice effort, very nice performance. We totally enjoyed, and you are the first time on the lady get up you tried your level best and you made it successfully completed. It was very nice, very nice. Thank you. Laila Majnu. Evita and Harshad. ഒരു കോമഡി പെർഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ചിരിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഏകദേശം നിങ്ങളുടെ മാർക്ക് ഇട്ട് തുടങ്ങി, സ്റ്റാർട്ടിങ് ആയി. ഒരു അപ്പിയറൻസിൽ തന്നെ നിങ്ങളുടെ ഒരു മാർക്കിംഗ് തുടങ്ങി. പിന്നെ പെർഫോമൻസ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അർഷാദ് ഓഫ് കോഴ്സ് നന്നായി പെർഫോം ചെയ്തു. അതേപോലെ എടുത്തു പറയേണ്ടതാണ് എവിതയുടെ കാര്യം. കാരണം പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്, പെർഫോം ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു മാൻലി ഒരു ആക്ഷൻസ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് കൃത്യമായി തന്നെ എവിത മെയിൻറ്റെയിൻ ചെയ്തു ത്രൂ ഔട്ട് ദ ആക്ട്. രണ്ടുപേരും നന്നായിരുന്നു. പിന്നെ അവസാനത്തെ കൺഫ്യൂഷൻ മനസ്സിലായി, അത് ക്ലിയറായി. ആൻഡ് ഡയലോഗും നന്നായിരുന്നു, എല്ലാം കൊണ്ടും നന്നായിരുന്നു. കോമഡി റൗണ്ടിന് ആപ്റ്റായിരുന്നു എല്ലാം. ചോയ്സ്, ഡ്രസ്, സോങ്, യുവർ പെർഫോമൻസ് എല്ലാം ഗുഡ്. താങ്ക് യു. ഹർഷാദ്, എവിത, ഈ ഒരു കോമഡി റൗണ്ട് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആണ്. പക്ഷെ മാർക്സ് ശാന്തി മാസ്റ്റർ. I'll give you 8.5 on 10. 8.5 out of 10. Romeo Juliet? 9 on 10. 9 on 10. Laila Majnu? 9 on 10. 9 on 10. 26.5 out of 30. നല്ല മാർക്കാണ്. ഇനി അടുത്ത റൗണ്ട്സ് ഇങ്ങനെ തന്നെ എന്റർടൈനിങ് ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you.
വേൾഡ് ഡാൻസ് റൗണ്ട് അതൊരു വെറൈറ്റി തന്നെയാണ്. അതുപോലെ ഒരു വെറൈറ്റി പെർഫോമൻസുമായി ഈ വേദിയിലേക്ക് വരുന്നു റിൻസൺ ആൻഡ് സ്മിത. റിൻസൺ, സ്മിത, ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ബോത്ത് ഓഫ് യു ഓൾ. ഏത് ഡാൻസ് ആണ്? മെക്സിക്കൻ ഹെയർ ഡാൻസ്. മെക്സിക്കൻ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടോ അതോ സോൾ? ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് റൗണ്ട്. താങ്ക് യു. വാവ്, റിൻസൺ, സ്മിത, ഒരു ടോട്ടൽ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അപ്പൊ കൂടുതൽ കമന്റ്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ. റിൻസൺ ആൻഡ് സ്മിത, നിങ്ങളിത് ഒരു മെക്സിക്കൻ ഡാൻസ് അല്ലേ? അതെ. മെക്സിക്കനിൽ ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ഫോമിന് എന്തെങ്കിലും ഒരു പേരുണ്ടോ ഈ ഡാൻസിന്? ഹാറ്റ് ഡാൻസ് എന്ന് പറയാം. ഉറപ്പാണോ കണ്ണ? യൂട്യൂബിൽ ഞങ്ങള് നോക്കി റെഫറൻസ് എടുത്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന് ഒരു പേരില്ല, ഹാറ്റ് ഡാൻസ്. മെക്സിക്കൻ ഹാറ്റ് ഡാൻസ്. മെക്സിക്കൻ ഹാറ്റ് ഡാൻസ്. മെക്സിക്കൻ ഹാറ്റ് ഡാൻസ്. ഇറ്റ് വാസ് റിയലി 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 എ ട്രീറ്റ്. ഒരു ട്രീറ്റ് ആയിരുന്നു നമുക്ക്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ വേൾഡ് ഡാൻസിൽ ഇങ്ങനത്തെ ഡാൻസും കൂടി ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വി ഡിഡ് നോട്ട് നോ ദ എക്സാക്ട് നെയിം ഫോർ ദിസ്. സ്പാനിഷ്, ഫ്ലാമിംഗോ, ഇങ്ങനെ ഒരുപാട് വേറെ ഫോംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനായിട്ടുള്ള ഈ സ്റ്റൈലായിട്ട് ചേരുന്ന വേറെ ഫോംസ് അറിയാം. പക്ഷേ ഇത്
ആദ്യമായിട്ടാണ് ഐ എം കമ്മിങ് അക്രോസ് മെക്സിക്കൻ ഹാറ്റ് ഡാൻസ്. ഇറ്റ് വാസ് റിയലി റിയലി വെരി നൈസ്. പിന്നെ മാത്രമല്ല അധികം ഗ്രൂപ്പൊന്നും കൊണ്ടുവരാതെ ഒരു 3 ബോയ്സ് 3 ഗേൾസ് വന്നിട്ട് ഈ സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞു പോയി. പിന്നെ നിങ്ങളുടെ ഫോർമേഷൻ, പൊസിഷനിങ്, ഇറ്റ് വാസ് ഓൾ വെരി വെരി ക്യൂട്ട്. സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് ടു ദ കോസ്റ്റ്യൂം ഡിസൈനർ. പ്രത്യേകിച്ച് നമ്മുടെ ഗേൾസിൻ്റെ കോസ്റ്റ്യൂം, ഓസം കോസ്റ്റ്യൂം, ബ്യൂട്ടിഫുൾ. താങ്ക് യു. നോട്ട് ഓൺലി ദ കോസ്റ്റ്യൂം, ദ വേ ഞങ്ങളുടെ ഹെയർ ഡ്രസ്സ് എല്ലാം ഓൺ ദ ഹോൾ ഒരു കംപ്ലീഷൻ ഉണ്ട്. വെൻ യു സേ ഒരു വേൾഡ് ഡാൻസ് എടുക്കുമ്പോൾ അതിനായിട്ടുള്ള ഒരു കംപ്ലീഷൻ ഇസ് ദെയർ. ഈവൻ ദ ബോയ്സ് ഓൾസോ വെരി നൈസ്. ഗേൾസ് കംഫർട്ടബിൾ ആയിരുന്നു ബിക്കോസ് നല്ല ആ സ്കേർട്ട് പിടിച്ചിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്സ് ഒക്കെ നല്ലതായിരുന്നു. ബോയ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പാട്ടിൽ? ബിക്കോസ് നമുക്കൊരു ഹെവി ബീറ്റ് ഒന്നുമില്ല, അതായത് അധികം കാലൊന്നും എടുക്കാതെ ചെയ്യേണ്ട ഒരു ബീറ്റ് ത്രൂ ഔട്ട്. എവിടെയും നിങ്ങൾക്ക് ഒരു പോസ് ഒന്നും എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. എന്ത് തോന്നുന്നു റിൻസനെ ഇത് ചെയ്തപ്പോൾ? നല്ല സുഖം തോന്നുന്നു. അങ്ങനല്ല കണ്ണാ, മോൻ ഈ ബീറ്റ് സിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ചെയ്യാൻ പറ്റി. ബിക്കോസ് നിങ്ങൾ 3 പേരും ചെയ്യുമ്പോൾ മോൻ്റെ സ്റ്റൈൽ വേറെയായിരുന്നു, കാലിൻ്റെ അവർ ചെയ്തത് വേറെയായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു ഈ പെർഫോമൻസ്, എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ ഗേൾസ് ആർ റിയലി വെരി പ്രിറ്റി ഇൻ ദിസ് കോസ്റ്റ്യൂം, വെരി പ്രിറ്റി. താങ്ക് യു സോ മച്ച്. നല്ല ഒരു ഇൻഫർമേറ്റീവ് പെർഫോമൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇനി ഐ വിൽ ഗോ ചെക്ക്, ഞാൻ പോയി യൂട്യൂബിൽ ഇത് ചെക്ക് ചെയ്യും, വാട്ട് ഈസ് മെക്സിക്കൻ ഹാറ്റ് ഡാൻസ്. ഇപ്പം ഞാൻ കണ്ടതിൽ ഐ എം സോ ഹാപ്പി. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. റോമി ജൂലിയറ്റ്. റിൻസൻ സ്മിത, Hi. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. Thank you. ഇതൊരു 60% കവർ ചെയ്ത ഈ ഗേൾസിൻ്റെ കോസ്റ്റ്യൂമും ആണ്. ശരിക്കും അത് ഭയങ്കരമായിട്ടൊരു കവർ ചെയ്ത്. പിന്നെ മാസ്റ്റർ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പെർഫോമൻസിൽ ഞാൻ റിൻസൻ്റെ അടുത്ത് ചോദിച്ചു, റിൻസനെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്, വളരെ ഡള്ളാണ്, റിൻസൻ്റെ കോൺഫിഡൻസ് ലെവല് ഉള്ളിലുണ്ടാവും, പക്ഷേ അത് എവിഡൻ്റ് അല്ല ഈ സ്റ്റേജിൽ. കാര്യം ഇത് ഈ ഒരു സ്റ്റൈലിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് മാത്രമല്ല, ആ ഫ്രണ്ടിലേക്ക് സ്റ്റാർട്ടിങ് വന്നപ്പോൾ തന്നെ റിൻസൺ ഒരു ഇത് ഈ റൗണ്ടും കഴിഞ്ഞാൽ മതി എങ്ങനെയും, അങ്ങനെ അത് ശരിക്കും മുഖത്തുണ്ടായിരുന്നു. ഒരു ഇത് ഞാനിപ്പം ഞങ്ങൾ തകർക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യണം, ഒരു മാർക്ക് വാങ്ങിക്കണമെന്നുള്ള ഇത് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് മാത്രമല്ല, ഓരോരുത്തരുടെ കാല് റേസ് ചെയ്തപ്പോൾ റിൻസൻ്റെ മാത്രം അവർ രണ്ടുപേരും വളരെ ആ ഒരു ഹൈറ്റിൽ റിൻസൻ്റെ കാല് എത്തിയില്ല. അതൊരു പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. പോരാത്തന്നെ ഈ ഒരു സൈഡിൽ ആ ഒരു ഫോർമേഷൻ ഒരു ലൈനായില്ലേ, അപ്പം റിൻസൺ അവിടെ നിന്നിട്ട് ഒരു തിരിഞ്ഞ് നോക്കി മറ്റേ ആളെ ബാക്കിൽ വന്നോന്ന് ഇല്ലേ. ഒരു ഡാൻസ് ഒരു സ്റ്റേജിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല റിൻസൺ. ശരിക്കും അതൊക്കെ കുറച്ച് ഒരു കോൺഫിഡൻസ് കുറവായതുകൊണ്ടാണ് അവിടെ അത്രയും നേരം വെറുതെ നിൽക്കുമ്പോൾ അത് ബോറാവോ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും എത്തിയോ, അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് റിൻസൻ്റെ മനസ്സിലൂടെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് നല്ല ഡാൻസ് ആയിരുന്നു. അതിൽ ആ ഒരു കോൺഫിഡൻസ് ലെവലും കൂടെ കുറച്ച് ഒരു ഹയർ ആയിരുന്നെങ്കിൽ ഇത് ഇനിയും കുറച്ചും കൂടെ ഒരു ഞങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാണ്. എനിവേ ഇറ്റ് വാസ് ഓവറോൾ ഇറ്റ് വാസ് സൂപ്പർ. ഹായ് റിൻസൺ സ്മിത. ഹായ്. ഞാൻ ആദ്യമാണ് കേൾക്കുന്നത് ഈ ഹാറ്റ് മെക്സിക്കൻ ഡാൻസാണ്. പക്ഷേ മെക്സിക്കൻ ഡാൻസിന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തത് ഞാൻ വിചാരിച്ച പോലെ ഇത് ട്രഡീഷണൽ മെക്സിക്കൻ ഡാൻസാണ്. പക്ഷേ അതിന് നിങ്ങൾ ഒരു പേര് വെച്ചത് ഹാറ്റ് ഡാൻസ്. മെക്സിക്കൻ ഡാൻസിന് ഉണ്ടാവും യൂട്യൂബിൽ. നമ്മൾ ഒരു വേരിയേഷൻ ചെയ്യുമ്പോൾ ആ വേരിയേഷൻ നമ്മൾ പറയും ഓക്കെ ഇറ്റ്സ് ലൈക്ക് സിംപ്ലി ഹൗ ഐ സേ ഇറ്റ്സ് ലൈക്ക് ഇൻ മെക്സിക്കൻ ഡാൻസ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റൈൽ എന്ന് പറയും. പക്ഷേ എനിക്ക് അറിയുന്ന മെക്സിക്കൻ ഡാൻസ് ഞാൻ പറയുമ്പോൾ അതൊരു കൺട്രി ഡാൻസ് തന്നെ. ഇറ്റ്സ് എ ട്രഡീഷണൽ ഡാൻസ് ഓഫ് മെക്സിക്കോ ഇപ്പം നിങ്ങൾ ചെയ്തത്. ബിക്കോസ് കൂടുതലെന്ന് പറയുമ്പോൾ ഇറ്റ്സ് വിൽ ബി ലൈക്ക് എ സെലിബ്രേഷൻ. ആ ഡാൻസ് നമ്മൾ ഫെസ്റ്റിവൽ ടൈമിൽ ഇതുപോലെ ഉണ്ടാവും. അവിടെ മെക്സിക്കനിൽ അതിൽ തന്നെ നിങ്ങൾ ചെയ്ത ഡാൻസാണ് ഒരു ഫെസ്റ്റിവൽ ഡാൻസ്. ആക്ച്വലി ഗേൾസ് കൂടുതൽ സ്റ്റെപ്സും ഉണ്ടായിരുന്നു ബിക്കോസ് ഇറ്റ്സ് ലോട്ട് ഓഫ് സ്കേർട്ട് മൂവ്മെൻറ്റ്സ് വെർ ദർ ഇൻ ദാറ്റ് ഡാൻസ്. ആക്ച്വലി അത് ബോയ്സ് ജസ്റ്റ് ലീഡ് മാത്രം ചെയ്യും ഗേൾസോട്. പക്ഷേ ബോയ്സ് ലീഡ് ചെയ്യുന്നത് അത്രയും കറക്റ്റായില്ല. ബിക്കോസ് ദ വേ ഓഫ് ഗേൾസ് ചെയ്ത പെർഫോമൻസ് നമ്മൾ ബോയ്സോട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ലിറ്റിൽ വീക്കർ. നിങ്ങൾ കൊണ്ട് ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് തന്നെ, ആ മൂവ്മെൻറ്റ്സ് നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. വെരി കാഷ്വൽ ആയിട്ട് ചെയ്തു. ആ കാഷ്വൽനെസ്സിൽ 3 ആൾക്കാരുടെ വേരിയസ് സ്റ്റൈൽസാണ്. പക്ഷേ ഗേൾസ് നോക്കുമ്പോൾ വിത്ത് ദ സ്കേർട്ട് അവർ നോക്കുമ്പോൾ
their styles were equal. So ചെറിയ മിസ്റ്റേക്സ് തന്നെ. പക്ഷേ വാട്ട് യു ഹാവ് ട്രൈഡ് അറ്റംപ്റ്റ് ചെയ്തത് ഒരു നല്ല അറ്റംപ്റ്റ് ആണ്. ആൻഡ് ഗുഡ് കൊറിയോഗ്രാഫി കൈൻഡ് ഓഫ് സെയിം യൂട്യൂബിലെ ഉള്ളിൽ തന്നെ എടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ അവർ ചെയ്യുന്ന സ്റ്റൈൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ இன்னும் கொஞ்சம் പെർഫെക്റ്റ് ആവും, ഭംഗിയാവും. See, the girls' dance was more brighter than boys. It was not equal. പക്ഷെ അതിൽ നോക്കുമ്പോൾ both the energy, boy and girl energy നന്നായിട്ടുണ്ടാവും. So it was a good performance, not a bad performance. Good try, and hope all the best. Thank you. Okay, നല്ലൊരു ട്രൈ ആയിരുന്നു റിൻസൺ ആൻഡ് സ്മിത. മാർക്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ. I'll give you 8.5 on 10. 8.5. Romeo Juliet? 8.5 on 10. 8.5 out of 10. Laila Majnu? 8.5 on 10. 8.5 out of 10. 25.5 out of 30. നല്ല മാർക്കാണ്. ഈ ഒരു നല്ലൊരു കളർഫുൾ റൗണ്ട് ആയിരുന്നു. വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരുന്നു എല്ലാവർക്കും. താങ്ക്സ് ടു ദ ഹോൾ ടീം. ഓക്കെ, ആസ് യൂഷ്വലി ഗേൾസ് ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക്സ് ഫോർ കമ്മിങ്. 3 പെർഫോമൻസസ് നന്നായിട്ട് പോയി. കണ്ടസ്റ്റൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഇന്നത്തെ ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ ആരാണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് 3 ജോഡികളെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. കണ്ടസ്റ്റൻസ് പ്ലീസ്. ശാന്തി മാസ്റ്റർ, നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെയർ ഓഫ് ദി ഡേ? ഒരു സ്പെഷ്യൽ വേഷമിട്ട് ഒരു ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ഹർഷദ്. കൺഗ്രാറ്റുലേഷൻസ് ഹർഷദ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സിജ, യെസ്, വൈൻഡ് അപ്പ് ചെയ്യണ്ട. സമയം ഇപ്പൊ എത്ര? 8 മണിയല്ലേ? നമുക്ക് ഏതാ പാട്ട് ഹർഷദ് പാടിയത്? നമ്മുടെ അരവിന്ദരും ജോണും അവിടെ വരും. അപ്പോൾ ഹർഷദും അവരുമായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് സെയിം പാട്ട് വെച്ചിട്ട്. ഓക്കെ, പ്ലീസ് ജോൺ ആൻഡ് അരവിന്ദർ. என்னது? தாலாட்டு. எது? இதா தாலாட்டு? எனக்கு இப்படித்தான் தெரியும். இஷ்டம் இருந்தா கேளு, இல்லைன்னா நீயே பாடு. என்ன? சரி சரி, பாடி தொலை. ஆரீரோ ஆராரோ ஆரீரோ. എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്ന്. അടുത്ത ദിവസം വീണ്ടും കാണാം. സെയിം കളി ചിരി തമാശയൊക്കെ ആയിട്ട്. Till then, this is me, Sija, signing off from Let's Dance Season
2. കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി നിന്റെ ചോരിയിൽ വിരിയുമാലരിനാളികൾ മധുമുകരും 10 മാസം പൊറുക്കനുമാ പാപ്പ நல்லா വളരணுமா അതുവരെ சும்மா இருக்கணுமா டாக்டர் சொன்னாங்க സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ നീ എൻ മധുമതി മലർന്നീ മധുഗണമുതിരും രതിലയ സുഖമായി അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയിരായി വാ கண்ணா என் ஜலக்குள்ள கட்டெரும்பு புகுந்திருக்கு எதுக்கு கண்ணே நீ வெல்லம் என்று கட்டெரும்பு தெரிஞ்சிருக்கு அதுக்கு எறும்பு செய்யும் லீலை போல் குறும்பு செய்ய வந்தாயோ உள்ளே என்னமோ பண்ண சாந்தி மாஸ்டர் உங்களுக்கு என்னோட பஞ்சு பிடிக்குமா?